ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെള്ളരിക്ക പച്ചടിയാണ്. വളരെ ടേസ്റ്റായി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇനി വെള്ളരിക്കയുടെ തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നമ്മളിന്ന് മൺചട്ടിയിലാണ് വെള്ളരിക്ക പച്ചടി തയ്യാറാക്കുന്നത്. മൺചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഇത് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകവും അതുപോലെ തന്നെ ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തതിലോട്ട് നമുക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കണം. കടുക് ഇതുപോലെ ഒന്ന് തരിതരിയായിട്ട് കിടക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന വെള്ളരിക്കയിലോട്ട് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഒരു ബൗൾ ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൂട് ഒഴിച്ചു കൊടുക്കാം. താളിക്കാനായിട്ടൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പച്ചടിയിലോട്ട് ഈ താളിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ. ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ബൈ.